ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവർക്ക് ഇന്നത്തെ പോലെ വിദ്യാഭ്യാസത്തിന് ആക്സസ് ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം വേണ്ട അക്ഷരാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇന്നത്തെ പോലെ ഒരു സാഹചര്യമോ കാര്യങ്ങളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലും അവർക്ക് അറിയണ ആ വിദ്യ അതിനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന മാർഗങ്ങൾ, അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ പണ്ടത്തെ കാലത്ത് വീടുകളിൽ പാടി വന്നിട്ടുള്ള, ഇന്നും നമ്മൾ പാടാറുള്ള, ഇന്നും കേട്ട് പരിചയമുള്ളതായിട്ടുള്ള ചില കീർത്തനങ്ങളൊക്കെ. ആ കീർത്തനങ്ങൾ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അത് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ശൈലി അക്ഷരമാലയ്ക്ക് അനുസരിച്ചാണ്. അത് ഓരോ അക്ഷരം അനുസരിച്ചാണ് അത് വരുന്നത്. അപ്പോൾ ഭഗവാനെ പ്രകീർത്തിക്കുക, ആ നാമം ഉച്ചരിക്കുക, സന്ധ്യാനാമത്തിൻ്റെ ആ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അതും നടക്കണു. അതിൻ്റെ കൂടെ ഈ അക്ഷരങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി എന്നും ഒരു റിവിഷൻ തന്നെയാണ് ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു സൂത്രം തന്നെയായിരുന്നു എന്നർത്ഥം. നമ്മൾ പറയില്ലേ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ആ ഭഗവത് ആരാധനയും നടക്കണു, അതേപോലെ തന്നെ അവരുടെ ഓർമ്മശക്തി അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം കൂടി അതിൽ നടക്കണു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കീർത്തനങ്ങൾ എനിക്ക് തന്നെ കേട്ട് പരിചയമുള്ള, കുട്ടിക്കാലം മുതൽ കേട്ട് പരിചയമുള്ള രണ്ട് കീർത്തനങ്ങളുണ്ട്. എല്ലാവർക്കും അറിയുന്ന കീർത്തനങ്ങൾ തന്നെയാവും കേട്ടോ. കാരണം വേദികളിൽ, സപ്താഹ വേദികളിൽ, യജ്ഞങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പാടി വരുന്ന കീർത്തനങ്ങളാണ്. എന്നാലും ആ രണ്ട് കീർത്തനങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നാളെ നമുക്ക് അതിൽ ഒരു കീർത്തനം പരിചയപ്പെടാം, മറ്റന്നാൾ രണ്ടാമത്തെ കീർത്തനം പരിചയപ്പെടാം. കീർത്തനവും കൂടി ഇതിൻ്റെ കൂടെ പാടി വരണ സമയത്ത് 3 മിനിറ്റിൽ ഒതുങ്ങണില്ല. ഈ കാര്യമാണെങ്കിൽ അത് ആദ്യം ഒന്ന് സൂചിപ്പിക്കണം തോന്നുകയും ചെയ്തു. അപ്പോൾ അത് കാരണമാണ് ഇതിനായിട്ട് വേറൊരു വീഡിയോ ഇന്ന് ചെയ്തത്. എന്തായാലും നാളെ ഈ രണ്ട് കീർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ അക്ഷരമാലയ്ക്ക് അനുസരിച്ചാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പണ്ടുള്ള ആൾക്കാരുടെ, ആ കാരണവന്മാരുടെയൊക്കെ ആ ബുദ്ധിവൈഭവത്തിന് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകളെ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.